നമ്മള് ലെഫ്റ്റ് അല്ലേ പോയത്, ഇനി സ്ട്രൈറ്റ്. നേരെ 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 നേരെ. ആ ഫ്രണ്ട് നിൽക്കുന്നവനെ അങ്ങ് അടിച്ചു കേട്ടോ. ഫൈറ്റിനിടയ്ക്ക് കയറി വരും. ഞാൻ ഒരു കാര്യം പറയാം. ലെഫ്റ്റിൽ ഒരുത്തനുണ്ട്, തൊട്ട് ലെഫ്റ്റ്. ഇതാ ലെഫ്റ്റ് നോക്കി. അവനെയും കൂടെ കൊന്നിട്ട് പോകും. അവനെയും കൊന്നിട്ട് പോകും. ഇനി റൈറ്റ് പോ. ഇവനെയാണ് ഇതാണ് 5 മണിക്കൂർ എടുത്തത്. പക്ഷെ നീ ഇല്ല നിക്ക് നീ ലോക്കി. ഇനി നീ അവന്റേതായിട്ടുള്ള ഫൈറ്റ് എടുക്കട്ടെ. നീ മൂസ് പഠിക്ക്. ഇതപ്പം മറ്റേ 4 നിൽക്കണം മറ്റേ സാധനം. നിനക്ക് ഫൈറ്റ് എടുക്കാം, നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ഫൈറ്റ് എടുത്തോ. അതെ ഓർമ്മണ്ടോ ഞാൻ ഇരുന്നത്? 2 ഹീല് അടുപ്പിച്ചടിക്കുന്നത് ഭയങ്കര മണ്ടത്തരാണ്. ഇതെന്തായാലും ചാവും. ഇതെപ്പോഴാ മറ്റേ ഇത്ര നേരത്തെ അടിച്ച പോലെ തന്നെ സമയം ചെയ്യണല്ലേ? എനിക്കൊന്ന് ആലോചിച്ചിട്ട് ചെയ്ത് നോക്കാം. അതാവുന്നല്ലോ. ഞാനൊരു കാര്യം പറയാം കഷ്ടം. ഒരു നോർമൽ ടിപ്പായിട്ട് വെച്ചാൽ മതി. ഇവന്റെ മുഖമാണ് ഇവന്റെ വീക്ക് പോയിന്റ്. ഇവന്റെ മുഖത്തടിക്കാൻ മാക്സിമം നോക്കുക. ഹെവി അറ്റാക്സ് അതാണ് ഇവന്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. നീ ട്രൈ ചെയ്ത് നോക്ക്. 2 വട്ടം പറ്റുന്നില്ലെങ്കിൽ എടാ അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കുറച്ച് ബേസിക് അറ്റാക്സ് കുറച്ച് കൊടുത്തതിന് ശേഷം 4 ഇടുന്നതാണ് നല്ലത്. ഞാൻ പരിപാടി എന്താണെന്നറിയില്ല. ഞാൻ ആദ്യമേ 4 ഇട്ട് മാക്സിമം ഡാമേജ് കൊടുത്തിട്ട് സ്പെഷ്യൽ അറ്റാക്ക് ഇല്ലേ, അതും കൂടി ഇട്ട് കഴിയുമ്പോൾ അവന്റെ HP ആദ്യമേ അങ്ങ് പകുതിയാവും. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് അല്ലടാ ഇവനെ അടിക്കാൻ ഭയങ്കര ഈസി ടിപ്പ് ഉണ്ട്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കാസ്റ്റോ ഈ ഗെയിം പഠിക്കൂല. കാസ്റ്റോ എപ്പോഴും ഒരു കണ്ണ് അയില് വേണം, അല്ല ഹെൽത്തിൽ വേണം. ഇനി വരും. ഭയങ്കര ഓപ്പിയാണ് ഇവന്റെ എബിലിറ്റി. ചത്ത് 4 വേവ് ഉണ്ട്. 4 വേവ്. ഞാൻ ഫേസ് ക്യാം ഒന്ന് കാണട്ടെ. ഞാൻ ഇരുന്നതാണ് ഒരു 5-6 മണിക്കൂർ. സാറ്റിസ്ഫാക്ഷൻ. അയ്യോ അവന്റെ ആക്ഷൻ പഠിക്കണം. ഞാനേ അന്ന് എനിക്ക് ഡിസ്കോഡ് ലൈവ് ഇട്ട് കൊടുത്തിട്ടേ ഇന്ന് കളിച്ചേ. ഇല്ല ലൈവ് ഇട്ട് 4 മണിക്കൂർ എന്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലൈവ് ഉണ്ട്. സത്യം പറയാ ഞാൻ 5 മണിക്കൂറോടെ പെട്ടുപോടെ. ദഫക്ക് തീർന്നു. പക്ഷെ ദഫക്ക് ട്രാപ്പായിട്ടൊക്കെ കുറെ എടുത്ത് ഞാൻ പെട്ടെന്ന് കേറിപ്പോടാ. അത് ഒരു ഫൈറ്റ് മതിടാ നമുക്ക് പഠിക്കാൻ. ഒരു ഫൈറ്റ് മതി പഠിക്കാൻ. ദഫക്ക് ഭയങ്കര കിടലാണ്. അവന്റെ കോള് ഭയങ്കര കിടലോ ദഫക്കിന്റെ. അവിടെ സ്കൗട്ട് 3 മണിക്കൂർ 4 മണിക്കൂറായിട്ട് എൽഫാങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കണം.
No. നൈസ് ട്രൈ. കാസ്ട്രോ, ഞാൻ പറയണ കാര്യം ഒന്ന് നീ ഇതായിട്ട് കേക്ക്. അതായത് പറഞ്ഞില്ലേ കാസ്ട്രോ, അവന്റെ ഫേസ് ആണ് അവന്റെ വീക്ക് പോയിന്റ്. അവൻ തിരിഞ്ഞ് അങ്ങോട്ട് നടക്കുമ്പോ പോട്ടെ, നിനക്ക് സമയമുണ്ട്. അവന് കണ്ണ് കാണത്തില്ല, അവന് സൗണ്ട് മാത്രമേ കേൾക്കാവൂ. സൗണ്ട് വെച്ചിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പം നീ നേരെ പോവാ, വേറെ ഒന്നും ചെയ്യരുത്. നിന്റെ മനസ്സിൽ ഞാൻ പറയുന്നത് വരെ ലെഫ്റ്റ് ബട്ടൺ ഇല്ല, റൈറ്റ് ബട്ടൺ മാത്രം. അത് ചാർജ് ചെയ്യുകയും ചെയ്യരുത്, ഞെക്കുക മാത്രം. അതായത് വൺസ് അവന്റെ മുഖത്ത് വെറുതെ ടാപ്പ് ചെയ്താൽ മതി. വൺസ് അവന്റെ മുഖത്തൊരു അടി കിട്ടുമ്പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബാക്കിലോട്ട് വീഴും അവൻ കരഞ്ഞോണ്ട്. അതിനർത്ഥം അവന് ഹെവി ചാർജ് കിട്ടിയെന്നാണ്. അപ്പോ ആ സമയത്ത് നീ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ സ്പാം ചെയ്തോണ്ടിരിക്കുക, അവൻ മറിഞ്ഞ് വീഴുന്നത് വരെ. ഓക്കെ, ഞാൻ പറയുന്നത് വരെ അത് തന്നെ ചെയ്തോണ്ടിരിക്കുക. പോട്ടെ. നിനക്ക് വേണ്ട അവൻ തിരിഞ്ഞു അടുത്ത് പോലെ നീ ബാക്കിലോട്ടോ. അവൻ തിരിഞ്ഞു നടക്കട്ടെ. നേരെ സെന്റർ, അതിന്റെ സെന്ററിൽ പോവാ. ആ ഗ്രൗണ്ടിന്റെ സെന്റർ അവന്റെ ബാക്കിലല്ലേ, ഇവിടെ കുറച്ചുകൂടെ പോടാ ക്യാഷ് പോ. ഇവിടെ അല്ല, ബാക്കിലോട്ടോ. ഇല്ലില്ല, ഞാൻ പറയണത് അവന് അല്ലല്ല, അവന് നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ. ഇനി ലോക്ക് ചെയ്യ്. നേരെ ഓടിപ്പോയിട്ട് അവന്റെ അടുത്ത് ഒരു ഹെവി അറ്റാക്ക് കൊടുക്കണം. ഇങ്ങോട്ട് നടന്നു വരുമ്പോ നേരെ ഓടിപ്പോയിട്ട് പിന്നെ റൈറ്റ് ബട്ടൺ മാത്രം ഞെക്കണം. ഫസ്റ്റ് അടി കിട്ടി കഴിഞ്ഞാൽ ഞാൻ നേരെ ഓടി ഫ്രണ്ടിലോട്ട് ഓടിയുണ്ട്. നേരെ പോയിട്ട് ഒരെണ്ണം കൊടു. ഇനി അത് തന്നെ കൊടുത്തോണ്ടിരിക്കും. കൊടു അത്ര ഉള്ളു. കൊടു ചാർജർ അറ്റാക്ക് അല്ലല്ല, കൊടു. ടൈം കളയരുത്. ടൈം പോയി. ഇമ്മൊബിലൈസ് ചെയ്യണം. ഇനി വേണ്ട, ഇനി ബാക്ക് വാ. ഇതാണ് നിന്റെ കീ അറ്റാക്ക്. ബാക്ക് വാ. ഉണ്ട്. ഇനി ഒരെണ്ണോട് വരും നിന്റെ ഡയറക്ഷൻ. നൈസ്. ഇമ്മൊബിലൈസ് ചെയ്തോ പോയിട്ട്. പോയിട്ട് ഇനി ആ സെയിം അറ്റാക്ക്, സമയം കളയല്ലേ. നല്ല ടൈം പോയി അവിടെ. ഹീൽ അടിക്കണം. നമുക്ക് ഹീൽ വേണം. ഒരു ഹീലോടെ വേണം. മതി. വേണമെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തോ. നൈസ്. ട്രാൻസ്ഫർ ചെയ്യ്. കൊടു. ഹെവി മാത്രം കൊടുക്കില്ല, ലൈറ്റ് കൊടുക്കില്ല. ഹെവി കൊടുക്കല്ലേ. തീർന്നു സ്റ്റാമിന. റൈറ്റ് ബട്ടൺ ആണ് ഹെവി. നീ ഇപ്പൊ അടിക്കുന്ന റൈറ്റ് ബട്ടൺ ആണ്. ടൈം ആവുമ്പോ പറഞ്ഞുതരാം. അപ്പൊ ടൈം ആവുമ്പോ പറയാം. അന്നേരം നീ കൊടുത്താൽ മതി. ഇപ്പോഴേ കൊടുത്താൽ നല്ല സ്റ്റാമിന പോകും. ഡോട്ട് ചെയ്തിട്ട് ഇമ്മൊബിലൈസ് ചെയ്തോ. ക്ലോസ് പോയി. മാക്സിമം ക്ലോസിൽ നിന്ന് ഇമ്മൊബിലൈസ് ചെയ്യണം. അന്നേരം നിനക്ക് മാക്സിമം ഡാമേജ് കൊടുക്കാം. ഹെവി മാറിക്കോ. കുറച്ച് ലേറ്റ് ആയി പോയി. നല്ല ഡോഡ്ജ്. ഹീൽ എടുക്കണം. നമുക്കൊരു ഹീൽ എടുക്കണം. HP പറ്റൂല. കാസ്ട്രോ, ഞാൻ പറഞ്ഞുതരും മനസ്സിലായല്ലോ. ആദ്യം ചെയ്തത് നീ ഇടയ്ക്ക് വെച്ച് ഞാൻ എന്തിനാണ് ഡീമന ഞാൻ എന്തിനാണ് അവന്റെ അടുത്ത് അതിനോട് നോക്കാൻ പറഞ്ഞതെന്ന് അറിയാവോ? അല്ലെങ്കിൽ അടിച്ചടിച്ച് ആ സൈഡിലോട്ട് പോകും. ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ കൈക്ക് അടി കൊള്ളുള്ളൂ. കറക്റ്റ് സെന്റർ വരണം. അവൻ സെന്റർ വന്നാലേ അവനെ അടിച്ച് നമുക്ക് ബാക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ല, അത് സ്ട്രൈറ്റ് ഒരിക്കലും നിൽക്കരുത്. ലെഫ്റ്റിലോട്ട് ഇതാവണം. കുഴപ്പമില്ല. നല്ല ട്രൈ. കുഴപ്പമില്ല. നല്ല ട്രൈ കാസ്ട്രോ. നല്ല ട്രൈ.
നൈസ് ഡോഡ്ജ്. ബാക്ക് ഒന്നുകൂടെ. നൈസ്. ക്യാഷ് കുറച്ചു നേരം ഒന്ന് ഡോഡ്ജ് ചെയ്ത് കളിച്ചാൽ ബാക്ക് അടുത്തോട്ട് പോലെ. ക്യാഷോ ഈ തറയിൽ കൈ അടിക്കുന്ന അറ്റാക്ക് ഇല്ലേ, തറയിൽ കൈ അടിക്കുന്ന അറ്റാക്ക് 3 വട്ടോ നല്ല. അല്ല ഈ 4ാമത്തത് ഞാൻ പറയാം, നല്ല ഡിസ്റ്റൻസിൽ പോയാലും 4ാമത്തത് വരത്തുള്ളൂ. ഈ 3 വട്ടമുള്ളത് കുറച്ച് ഇതിൽ മാറി ഇന്ന് ഇതാക്കണം. 4ാമത്തത് നമ്മൾ ഏത് ഡിസ്റ്റൻസ് എവിടെ നിൽക്കുന്നു അങ്ങോട്ട് അവൻ അടിക്കും. ഡോഡ്ജാണ് കണ്ടോ? ഇല്ല. നമുക്കൊരു ഹീല് വേണം. തലേ കൈ വെച്ചു അപ്പുറം റൈറ്റിലേക്ക് വേണ്ട. മാറ്. ഹീല് വേണം. ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് ഹീല് വേണം. അവന്റെ ഹെവി അറ്റാക്കിന് അവന് സമയം കൊടുക്കരുത്. നമ്മുടെ കാസ്ട്രോ ഇതാണ് പറഞ്ഞത്, നീ ഇത് കുറച്ച് ആവേശം കൂടി പോയിട്ടോ. ഞാൻ കാര്യം പറയാം, എനിക്കുണ്ടായിരുന്ന ഇഷ്യൂ ഹെൽത്ത് കുറയുമ്പോ ആവേശം കൂടല്ലേ. ഹെൽത്ത് കുറയുമ്പോ ആവേശം കൂടല്ല, അവന്റെ അറ്റാക്കിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അവന്റെ അറ്റാക്കിന് റെസ്പെക്ട് കൊടുക്കണം. അവന്റെ അറ്റാക്ക് ഭയങ്കര ഹെവിയാണ്. അത് നീ ഈ നോർമൽ അറ്റാക്ക് അവന് കൊടുത്താലേ ആ 4 ഹെവി ലോഡാവും കേട്ടോ. ആവേശം കാണിക്കരുത്. നീ നമ്മൾക്ക് എതിരെയുള്ള ഒപ്പോണന്റ് കുറച്ച് വേർത്തിയാണ്. ഇവൻ ശരിക്കും കുറച്ച് കിടിലൻ ഒപ്പോണന്റ് ആണ്. അപ്പൊ നമ്മളത് റെസ്പെക്ട് ചെയ്തേ കളിക്കാവൂ. അവന്റെ അറ്റാക്കിന് അവന് സമയം കൊടുക്കണം. നമ്മൾ ആ സമയത്ത് ഡോഡ്ജ് മാത്രം. ക്ലോസ് പോകണ്ട. നിനക്ക് നല്ല ഹെൽത്ത് നല്ല കുറവാ. ഒരു ഇമ്മൊബിലൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇമ്മൊബിലൈസ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ട്രാൻസ്ഫോമും കിട്ടും. ഒരു ഇമ്മൊബിലൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഡോഡ്ജ്. ടൈമിംഗ് അല്ലേ കുഴപ്പമില്ല. ആ മതി. നമ്മുടെ കളിയാണ്. ചില്ലാവും. ഇമ്മൊബിലൈസ് വരാറുണ്ട് നമുക്ക്. ചില്ലാവും. അതുവരെ ചില്ലാവും. ആ അറ്റാക്ക് 2 വട്ടം ഉണ്ട്. ഹീലില്ല നമുക്ക്. ഇമ്മൊബിലൈസ് വരാൻ വെയിറ്റ് ചെയ്യണം. നിനക്ക് ആവേശം ഭയങ്കര കൂടുതലാ. അത് കുറച്ചേ പറ്റുള്ളൂ. ആവേശം കൂടുതലാണ്. അതെ കൗതുകം ഭയങ്കര കൂടുതലാണ്. നിനക്ക് അത് കുറയ്ക്കണം. അവസാനം കൊതുവിനെ അടിച്ചു വന്ന്. കുഴപ്പമില്ല, നമുക്ക് 4 നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 4 ഡൗട്ട് ചെയ്തിട്ട് 4 നല്ല ഡാമേജ്. ഞാൻ അതാ പറയണേ, നീ കുറച്ചും കൂടി റൈറ്റ് സൈഡിലോട്ട് കേറി നിക്കണം. എന്നാലേ ഇവനെ അടിച്ചടിച്ച് നമുക്ക് സെന്ററിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇവൻ ചരിഞ്ഞ് വീണപ്പോ കയ്യിലാ കിട്ടിയത്. അതുകൊണ്ടാണ് ഫേസിന്റെ ഇതിന് പോകുന്നത്. ഒരു ഹീല് കുഴപ്പമില്ല. ചില്ലായിട്ട് കളിക്കും. കുഴപ്പമില്ല. കുറച്ചു നേരം നീ ഒന്ന് ഡോഡ്ജ് മോഡി കളിക്കും. കുറച്ചു നേരം ഇമ്മൊബിലൈസ്. നൈസ് ഡോഡ്ജ്, നല്ല ഡോഡ്ജ്, കിടിലൻ ഡോഡ്ജ്. നൈസ് ട്രൈ. കാസ്ട്രോ, നീ ആവേശം കൊടുന്നു നിനക്ക്. നീ അവനെ അടിച്ച് നമ്മളവിടെ 1 HP മുഖം പൊത്തുന്ന സമയത്ത് വീണ്ടും ഹെവി അറ്റാക്ക് മാത്രം നോക്ക്. ലൈറ്റ് നോക്കരുത്. നീ ആ മുഖത്ത് പിടിക്കുമ്പോ ഹെവി അറ്റാക്ക് കൊടുക്കാൻ നോക്ക്. അവിടെ മാത്രമേ ഉള്ളൂ മിസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം കറക്റ്റ്. സെറ്റ്. നല്ല ട്രൈ. ഇത് എത്രാം തടി ഇതിന്റെ എടാ കാസ്ട്രോ, ഇത് എത്രാമത്തെ അടി അവനായിട്ട്? ഇവനായിട്ട് എന്താ മോനെ? അവനെ നേരെ പോയി അടി. ലോക്ക് ചെയ്തിട്ട് നേരെ പോയി അടി. ലോക്ക് ചെയ്തിട്ട് നേരെ പോയി അടി. അടിച്ചോ. അടി. ഒരുപാട് റൈറ്റ് പോയി കൈ ആവല്ലേ.
അടിച്ചോ. ഫ്രീസ് ചെയ്യണേ. എന്നിട്ട് ഇൻസ്റ്റന്റ് 4 ഇട്ടോ അടിച്ചിട്ട് കത്തിക്കാനെ. സ്പേസ് റൈറ്റ് ക്ലിക്ക്. എടാ കുഴപ്പമില്ല. അവന്റെ അറ്റാക്കിന് സമയം കൊടു. നമുക്ക് ഇപ്പോഴും ഉണ്ട് ഹെവി കൊടുക്കാനുള്ള ഓപ്ഷൻ. ആ അതോടെ കഴിയട്ടെ. ആ ഇനി ഓടിപ്പോയിട്ട് ഹെവി കൊടു. മാറിക്കൊടുക്കുക. അവന്റെ അറ്റാക്കിന് മാറിക്കൊടുക്കും. നല്ല തുടക്കം. നമുക്ക് ഹീൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല തുടക്കം. ഇതിൽ അടിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ബാക്കോ എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം ഉണ്ട്. പയ്യെ കളിച്ചാൽ ഇനി ഡോഡ്ജിന് മാത്രം കുറച്ചു നേരം ഡോഡ്ജ്. അടുത്ത ഇമ്മൊബിലൈസേഷൻ വരെ വെയിറ്റ് ചെയ്യും. ഇങ്ങോട്ട് വരാം. നീ കോർണറൈസ് ആയി പോകണം. നല്ല ഡോഡ്ജ്. തിരിച്ചു വാ. ഇമ്മൊബിലൈസേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഡോഡ്ജ് മാത്രം കളിക്കും. വീണ്ടും വരുവേ. ലാസ്റ്റ് എണ്ണം നിന്റെ നേർക്ക് വരുവേ. ഒരെണ്ണോട് വരും. ഇല്ല. കഴിഞ്ഞു. ഇമ്മൊബിലൈസേഷൻ ഉണ്ട്. ക്ലോസിൽ പോയിട്ട് ഇമ്മൊബിലൈസ് മാക്സിമം ഡാമേജ്. ഹെവി. ലൈറ്റ് അവനെ വിട്ടോ. ബാക്ക് വാ. പറയണ കേക്ക്. നൈസ്. നമുക്ക് ഇഷ്ടം പോലെ ഹീലുണ്ട്, സമയമുണ്ട്, ഇമ്മൊബിലൈസേഷൻ ഉണ്ട്. 4 ഇപ്പൊ വരും. ഇല്ലാവ. നൈസ് ഡോഡ്ജ്. ബാക്ക് വാ. ഇമ്മൊബിലൈസേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കുഴപ്പമില്ല. ചില്ല. ഡോഡ്ജ്. നൈസ്. ഇമ്മൊബിലൈസേഷൻ ഇപ്പൊ വരും. ക്ലോസിൽ പോണേ. അത് ചിലപ്പോ കഴിയുമ്പോ വരാൻ ഹെവി. സെയിം. റിപ്പീറ്റ്. ഒന്നുകൂടെ ചില്ലാവണേ. റിപ്പീറ്റ്. ഒന്നുകൂടെ. ഒറ്റോടെ. എത്രാമത്തെ കിട്ടിയില്ല, പക്ഷെ കൊറേ ട്രൈ ആയി. അതാ പറഞ്ഞ ഡ്രാഗ ഡീമണ നീയൊക്കെ ഇറങ്ങിപ്പോയാലേ അത് ഇതുണ്ടാവും. ഭാഗ്യം വേണം. നീയൊക്കെ ഇറങ്ങിപ്പോയാലേ ഞാൻ ചേച്ചി. ഞാൻ കിടിലം കളി. ഒന്നും പറയല്ല. വിഷയം. മറ്റേ ബോട്ടിനോട് സംസാരിക്കണം. അവിടെ NPC അയ്യോ ഓക്കെ ശരി. കുറച്ച് മുന്നോട്ടോ. നേരെ പൊക്ക. കളിച്ചേന് ഞാൻ കളിച്ചു